ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിൽ തിളങ്ങുന്ന മുത്തുകളെപ്പോലെ നിരന്നു കിടക്കുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. വെളുത്ത മണൽ തീരങ്ങൾ, തെളിഞ്ഞ നീലക്കടൽ, എവിടെ നോക്കിയാലും കാണാവുന്ന ചാഞ്ഞു നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ, പ്രകൃതിയുടെ മനോഹാരിത വരച്ചു കാണിക്കുന്ന ഈ ദ്വീപുകൾ കാഴ്ചയ്ക്കും മനസ്സിനും സന്തോഷവും കുളിർമയുമേകുന്നു. സൂര്യാസ്തമയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ മുതൽ ആഴക്കടലിലെ ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങൾ വരെ ലക്ഷദ്വീപിൻ്റെ ഓരോ കോണുകളും അക്ഷരാർത്ഥത്തിൽ അദ്ഭുതങ്ങളാണ്. കാഴ്ച പോലെ തന്നെ നിഷ്കളങ്കവും മനോഹരവുമാണ് ദ്വീപിലെ ജനങ്ങളുടെ മനസ്സകങ്ങളും. വെറും വിരലിലെണ്ണാവുന്ന ക്രിമിനൽ കേസുകളും മോഷണക്കുറ്റങ്ങളും മാത്രമുള്ള തീർത്തും സമാധാനാന്തരീക്ഷം. 1,00,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ കവരത്തി, അഗത്തി, കൽപ്പേനി, ആന്ത്രോത്ത്, കിൽത്താൻ, കടമത്ത്, അമിനി, ബിത്ര, ചെത്തിലാത്ത്, മിനിക്കോയ് എന്നീ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളതായി പറയപ്പെടുന്നുള്ളൂ. അതിൽ തന്നെ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ. ആദർശ വിശുദ്ധിയും കറകളഞ്ഞ വിശ്വാസവുമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ സ്രഷ്ടാവിന് അടുത്തറിയുന്നതിലൂടെ മാത്രമേ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദിശയും നാം മനുഷ്യർക്ക് നിർണയിക്കാനാവൂ. അചഞ്ചലമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ തെളിമയിൽ ജീവിക്കുവാൻ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിലൂടെ മാത്രമേ സാമൂഹിക പുനരുദ്ധാരണവും നവോത്ഥാനവും സാധ്യമാവൂ. അജയ്യമായ തൗഹീദിൻ്റെ സന്ദേശം ലക്ഷദ്വീപിൻ്റെ മനോഹരമായ മണൽത്തട്ടുകളിൽ മുഴങ്ങുകയാണ്. ഈ വരുന്ന നവംബർ 22, 23, 24 തീയതികളിൽ കിൽത്താൻ ദ്വീപിൽ തൗഹീദ് ഐക്യത്തിന് മോക്ഷത്തിന് എന്ന പ്രമേയത്തിൽ മസ്ജിദുർ റഹ്മ ഉദ്ഘാടനവും ദ്വീപ് തല മുജാഹിദ് സമ്മേളനവും നടക്കുന്നു. പ്രമുഖ പണ്ഡിതരും പ്രഭാഷകരുമായ PN അബ്ദുൽ ലത്തീഫ് മദനി, ഹുസൈൻ സലഫി ഷാർജ, ഫദലുൽ ഹഖ് ഉമരി, ഷാഫി സ്വബാഹി, ഷിഹാബ് എടക്കര, സുബൈർ സലഫി പട്ടാമ്പി, സഫ്വാൻ ബറാമി അൽ ഹിക്കമി തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഏവരെയും വളരെ സ്നേഹപൂർവ്വം പ്രസ്തുത സംഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ്.